ഇടുക്കി വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ വിധിക്കെതിരെ കുടുംബം ഹൈക്കോടതി നൽകിയ അപ്പീലിൽ സർക്കാർ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കാത്തതിൽ വാദം തുടങ്ങാനായില്ല. പ്രതിയെ കോടതി വെറുതെ വിട്ടിട്ട് 1 വർഷം തികഞ്ഞു. 2021 ജൂൺ 30-നാണ് ചരക്കുളം സ്വദേശിയായ 6 വയസ്സുകാരിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതെന്ന് കണ്ടെത്തി. സമീപവാസിയായ അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 2.5 വർഷത്തിനു ശേഷം കഴിഞ്ഞ ഡിസംബർ 14-ന് കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതി വിധി കേരളത്തെ ഒന്നാകെ ഞെട്ടിച്ചു. അർജുനെ കുറ്റവിമുക്തനാക്കി ഉത്തരവ് പുറത്തുവന്നു. അന്വേഷണത്തിലെ പോലീസ് വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതി ഉത്തരവ്. പ്രോസിക്യൂട്ടറെ നിയമിക്കുമെന്ന് പെൺകുട്ടിയുടെ പിതാവിനും അടുത്ത ബന്ധുക്കൾക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് നൽകിയ ഉറപ്പാണ് നടക്കാതെ പോയത്. പെൺകുട്ടിയുടെ കുടുംബം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയതിന് പിന്നാലെയാണ് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറിക്കൊപ്പം കുടുംബാംഗങ്ങൾ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടത്. കുടുംബത്തിന് മുഖ്യമന്ത്രി പൂർണ്ണ പിന്തുണ അറിയിച്ചു. ഹൈക്കോടതിയിൽ വിധി വന്നതിന് ശേഷം 7 ദിവസത്തിനകം തന്നെ ഹൈക്കോടതിയിൽ അപ്പീൽ സ്വീകരിച്ചതാണ്. എന്നിട്ടും നാളിതുവരെ 1 വർഷം പിന്നിട്ടിട്ടും ഒരു വായ്പ പോലും നടന്നിട്ടില്ല. പ്രോസിക്യൂട്ടറിനെ വയ്ക്കാനായിട്ട് ഞങ്ങൾ മുഖ്യമന്ത്രി കണ്ടു. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, നിങ്ങൾ പറയുന്ന പ്രോസിക്യൂട്ടർ വെച്ചു തരാമെന്ന് പറഞ്ഞു. 3 പേരുടെ പേര് അവർ തന്നെ ചോദിച്ചത്. 3 പേരുടെ പേര് നമ്മൾ തന്നെ കൊടുത്തത്. രാധാകൃഷ്ണൻ, ഒരു സന്ദീപ്, രാജേഷ് മേനോൻ, അങ്ങനെ 3 പേരുടെ പേര് നമ്മൾ കൊടുത്തിട്ടും അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. വേറെ ആള് വയ്ക്കാന്നില്ല, നിലവിലിരിക്കുന്ന ആള് തന്നെ നല്ലതാണ് എന്നുള്ള രീതിക്ക് എന്തെങ്കിലും നമ്മളോട് പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ടില്ല. സർക്കാരിന്റെ ആവശ്യപ്രകാരം പ്രോസിക്യൂട്ടറായി നിയമിക്കാൻ 3 പേരുടെ പേരുകൾ നൽകിയിട്ടുണ്ട്. പ്രതി അർജുൻ തന്നെയാണെന്ന് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നെന്ന് മാതാപിതാക്കളും ബന്ധുക്കളും. അർജുന്റെ കുടുംബത്തിന്റെ ഭീഷണിയുള്ളതായി പെൺകുട്ടിയുടെ മാതാവ് പറഞ്ഞു. പോലീസിന്റെ വീഴ്ച മൂലമാണ് വിചാരണ കോടതിയിൽ നിന്നും പ്രതി രക്ഷപ്പെട്ടതെന്ന് തെളിയിക്കാനാണ് കുടുംബത്തിന്റെ ശ്രമം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.